ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്, ഒരു കുഞ്ഞാപ്പി വീഡിയോ ആണ്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ വീട്ടിലൊരു നോമ്പ് തുറയാണ്, ഒരു ചെറിയൊരു നോമ്പ് തുറയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഉപ്പ ഇരുന്ന് ഉള്ളി കട്ടിയതുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉപ്പ കുട്ടികളെ കളിപ്പിക്കാൻ ഇങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ കാട്ടുട്ടോ. ഈ പണ്ട് മുതലേ മീൻസ് ഞങ്ങളൊക്കെ ചെറുതാകുമ്പോഴേ അങ്ങനെയാണ്. അപ്പൊ ഭയങ്കര കൂളാണ്, പക്ഷെ നല്ല പൊട്ടിക്കലും കിട്ടുട്ടോ. അതുകൊണ്ട് വല്ലാണ്ട് ഇങ്ങോട്ട് എന്താ പറയാ കളിക്കാൻ പറ്റില്ല. പാനോട്ട് ഈറ നല്ല പൂസട്ടും. അങ്ങനെ ഉച്ചക്ക് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ കേട്ടോ. കഞ്ഞിയാണ് നമ്മൾ നോമ്പിനൊക്കെ അധികം ഉച്ചക്ക് വെക്കാറ്. കഞ്ഞിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തൊട്ട് നക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതിയല്ലോ. നോമ്പായതുകൊണ്ട് കാര്യമായിട്ടുള്ളതൊന്നും വേണ്ട. അങ്ങനെ പലരും മാറി മാറി ഉള്ളികളൊക്കെ അരിയുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ. ഇന്നത്തെ പോലെ തന്നെ ഉമ്മാന്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കുകയാണ്. പിന്നെ ഷാഹിനാന്റെ പൈനാപ്പിൾ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് സമൂസയൊക്കെയാണ് കേട്ടോ. അപ്പൊ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ ക്ലിപ്സ് എടുത്ത് ഇടുന്നുണ്ട്. അപ്പൊ സമൂസ ഉണ്ടാക്കുമ്പം അത് മടക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ വേണമല്ലോ. അപ്പം ഷാക്കിർ വെറുതെ തോണ്ടാനും പിച്ചാനൊക്കെ ഉള്ളൂ, പണിയെടുക്കാനൊന്നും കൂടൂല. അപ്പൊ വെറുതെ തൊയിലും കെടുത്താൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ട് അപ്പൊ നമ്മുടെ അമ്മ ചിക്കനൊക്കെ മസാലയൊക്കെ ഫ്രൈ ചെയ്ത് ഇട്ടൊക്കെയാണ് അമ്മ ബിരിയാണി ഉണ്ടാക്കുക. ഞാൻ ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ എനിക്ക് വയ്യാതെ കാലൊക്കെ കടയാണ് കുറെ നേരം നിന്ന് കഴിഞ്ഞാല്. അപ്പൊ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ വീഡിയോ എടുത്തിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആക്കി ഇട്ടാണ് കേട്ടോ. ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. ഇത് ഷായിന് മടക്കിയതാണ്, ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ഞാനല്ല. അങ്ങനെ ഞാൻ സമൂസയ്ക്ക് എല്ലാവരുടെയും സഹായത്തോടു കൂടി മടക്കിയെടുത്തിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്യാണ്. ഈ നോമ്പ് തുറ ഭയങ്കര രസമാണ്, എല്ലാവരും കൂടെ ആകുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്തേ മാക്സിമം. അപ്പൊ നമ്മൾ സമൂസ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെ പെട്ടെന്നൊരു ഷാലോ ഫ്രൈ പോലെ ചെയ്താൽ മതിയല്ലോ, വലിയ പണിയൊന്നുമില്ല. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും സമൂസ. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് കടയിൽ നിന്ന് വാങ്ങണേക്കാട്ടും ടേസ്റ്റ് വീട്ടിലുണ്ടാക്കുന്നതാണ്. ഇത് ചിക്കൻ സമൂസയാണ് കേട്ടോ. അപ്പൊ ഞാനവിടെ സമൂസ പൊരിക്കുന്നുണ്ട്. ഇവിടെ ഉമ്മാന്റെ എന്താ പറയുക ചിക്കന്റെ പൊരിയൊക്കെ കഴിഞ്ഞ് മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ മസാലയും ചോറ് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കണ നേരത്തെ മിക്സ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മുടെ സമൂസ പൊരി കഴിഞ്ഞ് ഞാൻ കുറച്ച് പൊക്കോടയുടെ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഈ പൊക്കോട എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. എനിക്കും ഇഷ്ടമായി. ഇന്ന് എന്താ അറിയില്ല, ചില ദിവസങ്ങളിൽ നമ്മൾ ചില സംഭവങ്ങൾ ഒരേപോലെ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുക, പക്ഷെ ചില ദിവസങ്ങൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നേ. അപ്പൊ നമ്മുടെ കുറെ കുട്ടികളും കുറെ ആൾക്കാരും ഉണ്ട് കേട്ടോ. നമുക്ക് എന്താ എല്ലാവരും ഒന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ കുട്ടികളെ കാണിക്കുമ്പോൾ കമന്റ് ബോക്സ് ഓഫ് ആവും, അതാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയിലാണ്. സേനൊക്കെ നോമ്പ് പോയിട്ട് ആകെ കുഴങ്ങിക്കാൻ കേട്ടോ. പക്ഷെ എന്നാലും വികൃതിക്ക് ഒരു വഞ്ഞമല്ല. നോമ്പില്ലാത്ത ദിവസത്തെ വികൃതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നോമ്പുള്ള ദിവസം കുറച്ച് കമ്മിയാണ് കേട്ടോ. അപ്പൊ അർഷാക്ക് എപ്പോഴും പറയും എൻ്റെ അടുത്ത് ചെന്ന് നോമ്പെടുത്തോന്ന്. കാരണം നോമ്പെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒച്ചടാനേ സമയം ഉണ്ടാവുള്ളൂ. ലിയമോളും ഇസും എന്താ പറയാ ഏത് നേരം ഉപ്പാന്റെ പിന്നാലെ ഉണ്ടാവും. ഇപ്പൊ ഇങ്ങനെ ഓരോ വിക്രസുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ ഇടയിൽ ഞാൻ കാലൊക്കെ ഒന്ന് കടഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് പോയി കടന്നപ്പോ അറിയാതെ ഉറങ്ങിപ്പോയിട്ടോ. അപ്പൊ എന്താ പറയാ എന്തോ ഒരു ഹാലിൽ അങ്ങനെ കടന്ന് ഉറങ്ങിയതാണ്. പിന്നെ വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു, പക്ഷെ നമ്മള് ഉറക്കത്ത് വിട്ടുപോയി. പിന്നെ ബാങ്ക് കൊടുക്കാൻ സമയപ്പോഴാട്ടോ അമ്മനെ വിളിച്ചത്. അപ്പോഴേക്കും എല്ലാവരും ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. കുട്ടീസൊക്കെ വന്നിരുന്നു. ഇപ്പൊ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അനിയന്മാരൊക്കെ വന്നു, ഷെബി കടയിൽ നിന്ന് വന്നു, ഷാക്കിർ വന്നു, അങ്ങനെ എല്ലാവരും വന്നു. അർഷാക്കും ഉണ്ടായിരുന്നു. അർഷാക്കൂനൊന്നും വീഡിയോ എടുക്കാൻ കിട്ടിയില്ല കേസ് എനിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കൊടുത്തു. അതിന്റെ ഇടയിൽ ഞാനന്ന് ഫുഡ് വിളമ്പി കൊടുക്കാന്ന് കരുതിയിട്ട് അതിനൊന്നും ഇരുന്നിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം. അങ്ങനെ ആദ്യം മക്കൾക്കാണൊക്കെ കൊടുത്തത്. അങ്ങനെ ഒരു ഭയങ്കര തിരക്കായിട്ടുള്ള നോമ്പ് സിമ്പിളായിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർ തണുത്ത വെള്ളം കുടിക്കലും അത് വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഇവിടെ നടക്കലും തുടക്കലും അടിക്കലും കേട്ടോ. എൻ്റെ അർഷാക്ക് ചൂടാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട്. അർഷാക്കിന് ഇവിടെ ഇഷ്ടമില്ല കേട്ടോ, ഇവിടെ ഭയങ്കര ചൂടാന്ന് പറയാം. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരും. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ.